Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് മാക്സി ഡ്രസ്സാണ് തയ്ക്കുന്നത്. ഇതിനൊരു വെറൈറ്റി ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്ന സ്ലീവ്സ് അംബ്രല്ല സ്ലീവ്സ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഇതുപോലെ 3 മീറ്ററിൻ്റെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബോട്ടം പാർട്ട് ഒന്ന് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒറ്റ പ്രാവശ്യം മടക്കി കൊടുത്തു. ഇപ്പം നമ്മൾ ഒരു പാർട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ആദ്യമേ തന്നെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 11 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് എടുക്കുന്നത്. ഈ ഒരു 11 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ കറക്റ്റ് ഒരു വേസ്റ്റിൻ്റെ അളവിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ 3-4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മളിവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഇലാസ്റ്റിക് വെക്കുമ്പോൾ അത് ചെറുതായി പോകും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തത് നമ്മൾ ആ അടിച്ചു കൊടുക്കാനായിട്ട്, സൈഡ് അടിച്ചു കൊടുക്കാനായിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം പാർട്ടിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇറക്കം എടുക്കുന്നത് 29 ഇഞ്ചാണ്. ആ ഒരു 29 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ വേണം. അത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് താഴ്വശം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ടാണ്. അപ്പം മൊത്തം 31.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ ഇറക്കം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ വിരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. ഞാനിവിടെ 21 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൂടിയാണ് എടുക്കുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ വേസ്റ്റ് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തിയെടുത്തേക്ക് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ 1.5 ഇഞ്ച് നമ്മളിവിടെയാണ് കൊടുക്കുന്ന ഇലാസ്റ്റിക്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് ഇവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും അങ്ങേ അറ്റത്തേക്ക് ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ടം പാർട്ട് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടെ മടക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഈ കാണുന്ന ഭാഗം നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ഇത് ബാക്കുമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. ഇനി ഇവിടേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം മെഷർമെൻറ്റ്സ് ഒക്കെ. ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് കൈക്കുഴിയുടെ അളവ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇപ്പം നമ്മൾ വരച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ടേപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാനിവിടെ 9.25 ഇഞ്ചാണ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ അളവായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഇറക്കമായിട്ട് എടുക്കുന്നത് 16 ഇഞ്ചാണ്. ഈ ഒരു 16 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട് വേണം. നമ്മൾ താഴെ ബോട്ടം പാർട്ടിന് 1.5 ഇഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ 17.5 ഇനി ഒരു 1/2 ഇഞ്ച് നമ്മൾക്കിതൊന്ന് കൂട്ടി അടിക്കാനായിട്ട്, നമ്മുടെ ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാനായിട്ടാണ് 1/2 ഇഞ്ച്. അപ്പം മൊത്തം 18 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മെഷർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബോട്ടം പാർട്ടിനെടുത്ത് അതേ അളവ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. 11 ഇഞ്ചും കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും. നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് സീം അലവൻസ് കൂടെയൊക്കെ ആയിട്ടാണ് 11 ഇഞ്ച്. നമ്മൾ ബോട്ടം എടുത്ത് അതേ അളവ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്സ് എല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ കൂട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ചിന് ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ബാക്ക് പാർട്ടിനും ഇനി ഫ്രണ്ട് പാർട്ടിനായിട്ടൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്ക് 2 കർവ് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് മാറ്റിയിട്ട് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ആം ഹോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു നെക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അവിടേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യാം. ഞാനിവിടെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് കൂട്ടി വരച്ച് ഒരു സ്ക്വയർ പോലെ ഒന്ന് ആക്കി കൊടുക്കാം.
ഇനി ഇവിടേക്ക് നമുക്കൊരു നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു ക്യാൻവാസ് 3 അറ്റവും ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ച ഒരു തുണിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ തുണിയിലേക്ക് വെച്ച് കൊടുത്ത് നെക്ക് അടിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശമാണ് ഈ കാണുന്നത്. അവിടേക്ക് ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികുവശത്തൂടെ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസിലും ഒന്ന് ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല വശത്ത് ഞാൻ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തു. അവിടേക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികുവശത്തൂടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് മറിച്ചടിക്കുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഈ ഒരു പീസിലും നമുക്ക് 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അവിടേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നെക്കൊന്ന് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മാത്രം ഈ ഒരു സൈഡിൽ കൂടെ നെക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു നല്ല വശത്തിന് മുകളിലേക്കായിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് ഓൾറെഡി നമ്മൾ കഴുത്തൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് ഈ ഒരു നല്ല വശം രണ്ടും ആയിരിക്കണം ഒരുപോലെ വരേണ്ടത്. ചീത്തവശമാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആ ഒരു നെക്ക് പീസ് നമ്മൾ ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒട്ടും സ്പേസ് വരുന്നില്ലാത്ത രീതിയിൽ വേണം ഈ ഒരു ഫ്രണ്ട് പീസ് ആ ഒരു ബാക്കിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബാക്ക് നെക്കും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായത് ഈ ചീത്തവശമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ ആ ഒരു സീം അലവൻസ് വിട്ടെടുത്തൂടെ ഒന്ന് അടിക്കാം. ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു 1.5 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വേണം നമ്മൾ അടിച്ചു നിർത്താനായിട്ട്. നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതുകൊണ്ട് ഈ ഒരു 1.5 ഇഞ്ചോളം ഞാൻ ജസ്റ്റ് അടിക്കാതെ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്യണം. അംബ്രല്ല സ്ലീവ്സ് ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോഴത്തേക്കിന് 24 ഇഞ്ചാണ്. അതേപോലെ തന്നെ വീതിയും ഞാനിവിടെ 24 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീളവും വീതിയും 24 ഇഞ്ചുള്ള 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് 2 പീസ് തുണിയും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിനെ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടേക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്ര വേണോ അത്രയും നമുക്ക് എടുക്കാം. ഞാനിവിടെ 11 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 10 ഇഞ്ചും 1 ഇഞ്ച് നമുക്ക് ഇതൊന്ന് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്ത് 11 ഇഞ്ചാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു 11 ഇഞ്ച് നമുക്കിതുപോലെ അറ്റത്ത് ടേപ്പ് വെച്ച് കൊടുത്തിട്ട് ചുറ്റും ഒന്നിങ്ങനെ ഒന്ന് 11 ഇഞ്ച് വരച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് കൂട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ 2 റൗണ്ട് ആയിട്ടുള്ള ഇതുപോലൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. നമ്മൾ വെട്ടാനായിട്ട് ആദ്യം മടക്കിയതുപോലെ തന്നെ ഒന്നുകൂടി ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സെൻറ്റർ ഒരു അറ്റം ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. നമ്മളിങ്ങനെ മടക്കുമ്പോൾ കോട്ടൺ തുണിയൊക്കെ എടുത്തിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ഒരു ചുളിവ് കാണും. നമുക്ക് ആ കറക്റ്റ് സെൻറ്റർ അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് സെൻറ്റർ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിതുപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ആ ഒരു സെൻറ്റർ നമുക്കൊന്ന് വരച്ചെടുക്കാം ഇതുപോലെ. ഇനി നമ്മളെടുത്ത ഈ ഒരു സെൻറ്റർ കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം.
അങ്ങനെ അളക്കുമ്പോൾ നമുക്കിതാ കറക്റ്റ് 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 4 സൈഡിലും 11 ഇഞ്ച് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്കിവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ കൈക്കുഴിയൊക്കെ അളന്ന് മാർക്ക് ചെയ്യുന്നത്. കൈക്കുഴിയുടെ അളവെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ടോപ്പ് ഒന്നിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ടേപ്പ് ഒന്ന് വെച്ച് കൊടുത്തു. ഇത് നമ്മളിപ്പം ചീത്തവശമാണ് എടുത്തിരിക്കുന്നത്. അവിടേക്ക് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. ഇപ്പം നമ്മൾ അളന്നപ്പോൾ 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 10 ഇഞ്ചിൻ്റെ നേർപകുതി 5 ഇഞ്ചാണ് നമ്മളിവിടേക്ക് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇതുപോലെ 5 ഇഞ്ച് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 5 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു 6 ഇഞ്ചായല്ലോ, ആ 6 ഇഞ്ചിൻ്റെ നേർപകുതി 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു 3 ഇഞ്ച് വരച്ച പോയിന്റിൽ നിന്നും ചുറ്റും നമുക്ക് 3 ഇഞ്ചിൻ്റെ ഒരു സർക്കിൾ വരച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ടേപ്പ് ഒന്ന് വെച്ച് കൊടുത്ത് 3 ഇഞ്ച് നമുക്ക് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ ആ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിരിക്കുന്നിടത്തൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. ഇനി നമുക്ക് ആ സെൻറ്റർ ഒന്ന് നേരെയാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു സെൻറ്റർ 3 ഇഞ്ചിൻ്റെ ഇതില്ലേ, അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് കൈ വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അളവ് കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. അപ്പം നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടിയത്. ആ ഒരു 3 ഇഞ്ചിൻ്റെ ഇതുണ്ടോ, ഇതേപോലെ 3 ഇഞ്ച് ചുറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. ഇപ്പം ഞാനിവിടെ ഇത് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഷോൾഡറിൻ്റെ അവിടെയും ഈ ഒരു വശം നമ്മൾ താഴെ കൈക്കുഴി തീരുന്നിടത്തുമാണ് ജോയിൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവിലും ഞാൻ 3 ഇഞ്ച് വരച്ച് കൊടുത്ത് ഇതുപോലൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് നമ്മുടെ ഈ ഒരു ടോപ്പുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ മുകളിലേക്ക്, അതായത് ഇപ്പം നമ്മൾ നല്ല വശമാണ് ടോപ്പിൻ്റെ കാണുന്നത്, ഈ ഒരു നല്ല വശത്തിന് മുകളിലേക്ക് സ്ലീവ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. സ്ലീവ്സിൻ്റെയും നല്ല വശമാണ് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മളിതാ ഈ ഒരു നീളമുള്ള വശമാണ് ഷോൾഡറിൻ്റെ അവിടേക്ക്, നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, ആ ഒരു പോയിൻ്റ് അവിടെ കാണും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നേരെ വെച്ച് കൊടുത്തിട്ട് അരികത്തുകൂടെ ഒന്ന് നമുക്ക് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് താഴെ വരെ വരുമ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത് കാണാം. അതവിടെ ഒന്ന് തീരുന്ന പോലെയാണ് നമ്മൾ നിർത്തേണ്ടത്. ഇതിനകത്ത് ഈ ഒരു ഇച്ചിരി സ്പേസ് നീളം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു വര അവിടെ തീരുന്നിടത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇപ്പം ഞാനിവിടെ 2 സ്ലീവ്സും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ലീവ്സ് അടിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഈ ഒരു താഴ്വശം, ഏറ്റവും താഴ്വശത്ത് ആയിട്ട് ഇതുപോലെ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു എക്സ്ട്രാ കുറച്ച് നീളം കൂടിയ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അടിച്ചു കൊടുത്തു. ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ഏറ്റവും താഴ്വശത്ത് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റോൾ ഹെമ്മിങ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പും യോക്കും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഒരു നല്ല വശത്തിൻ്റെ ബോട്ടം പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ടോപ്പ് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ല വശമാണ് രണ്ടും നമ്മൾ ഒരുപോലെ വെച്ച് കൊടുക്കേണ്ടത്. നമ്മളിപ്പം ഈ ഒരു ടോപ്പിൻ്റെ ചീത്തവശമാണ് മുകളിൽ കാണുന്നത്. ഇവിടെ ഞാനൊരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. അവിടേക്ക് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെയും അടിച്ചെടുക്കാം. ഇപ്പം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടിലും ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടം പാർട്ട്. നല്ല വശമാണ് ഈ കാണുന്നത്. ഇതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ടോപ്പ് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. മറ്റേ പാർട്ട് ചെയ്തതുപോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല വശം രണ്ടും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തിൽ നിന്ന് അങ്ങേയറ്റം വരെയും
ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തു. നമ്മൾ ചീത്തവശത്താണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ഇലാസ്റ്റിക് 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 15 ഇഞ്ചാണ് ഞാൻ എടുത്തത്. 14 ഇഞ്ചും 1 ഇഞ്ച് സീം അലവൻസും കൂടി ആയിട്ടാണ് ഞാനിവിടെ വേസ്റ്റിൻ്റെ അളവായിട്ട് ഈ ഒരു ഇലാസ്റ്റിക്കിൽ എടുത്തിരിക്കുന്നത്. അത് നമുക്കിനി ഇതുപോലെ നമ്മുടെ ടോപ്പയിലാണ് അതായത് യോക്ക് ഭാഗത്താണ് നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഈ ഒരു നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. വലിച്ചു പിടിച്ച് നമുക്ക് ആ ഒരു അറ്റത്തുകൂടെ ഒന്ന് ഈ ഒരു അറ്റത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു സൈഡ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മളിപ്പം ഈ താഴത്തേക്ക് ഒരു തുണി ഇങ്ങനെ കവറിങ് പോലെ കിടപ്പുണ്ടല്ലോ, ആ ഒരു തുണി ഇതുപോലെ ഒന്ന് മുകളിലേക്കൊന്ന് ഈ ഒരു ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ആ ഇലാസ്റ്റിക്കിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെയാണ് അടിക്കുമ്പോൾ കിട്ടുന്നത്. ഇതൊന്ന് നമ്മൾ തിരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സീം അലവൻസ് ഒക്കെ എക്സ്ട്രാ ഇട്ടാൽ നല്ല ചുരുക്കമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു പീസിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ബാക്ക് സൈഡിലും നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ സെയിം അവിടെ 15 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇതുപോലെ നമ്മുടെ യോക്ക് പാർട്ടയിൽ ഒന്ന് വെച്ച് കൊടുത്ത് അറ്റത്തുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു സൈഡ് മാത്രമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ കവറിങ് കൊടുത്ത് ഇലാസ്റ്റിക്കിന് കവറിങ് കൊടുത്ത് ഇലാസ്റ്റിക്കിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ കിട്ടും. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് അടിക്കണം. അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഏറ്റവും താഴ്വശത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കിതുപോലെ ഒന്ന് 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ മുകളിലേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു തൂങ്ങിക്കിടക്കുന്നത് നമ്മുടെ ആ ഒരു ഡ്രസ്സ് താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്നത് മാറി കിട്ടും. ഇനി നമുക്കിതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി അങ്ങ് താഴെ വരെയും നമുക്ക് അടിച്ചു നിർത്താം. ഇപ്പം ഞാൻ ഇതുപോലെ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് മാക്സി ഡ്രസ് വിത്ത് അംബ്രല്ല സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ തന്നെ എൻ്റെ മറ്റുള്ള വീഡിയോസും കാണുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.